വലിയ പ്രതീക്ഷയാണ്. നമ്മളിപ്പോൾ ഒരാഴ്ച ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ദിവസമെങ്കിലും 10-26 ദിവസമെങ്കിലും നമ്മളിവിടെ തന്നെയായിരുന്നു. രാവിലെ വരുന്നു, നമ്മൾ വീട്ടിൽ പോയി ഉറങ്ങി, ഇന്ന് രാവിലെ എണീറ്റ് വരിക, തിരിച്ചു പോവാ, കുളി നനയൊന്നുമില്ല, പോവാ വരിക തന്നെയായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ കോഴിക്കോട്. വല്ലാത്തൊരു റിസൾട്ടാണ്. നമ്മളിപ്പോൾ ഇറങ്ങിയ പാടെ കേൾക്കുന്ന ന്യൂസ് ഇതാണ്. കാരണം നമുക്ക് ഇന്റർനെറ്റ് ഇല്ലല്ലോ ഇവിടെ, നമ്മളൊന്നും അറിയുന്നില്ല. ഞങ്ങൾ എന്നിട്ട് എല്ലാ ദിവസത്തെയും പോലെ ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ് രാജിവെച്ചു. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ഓടി അകത്തേക്ക് കയറാനുള്ള ഒരു ഇതിലിങ്ങനെ വരികയായിരുന്നു. Yeah, it's a very good thing. The collective wisdom and the maturity of the nation could be seen by this, and the country can rule many other places of the world. And this collective energy of the nation, of this group, should be taken in a very positive way in the development of the nation. And it's a really good thing. Whatever delay has happened, but it shows the strength of the nation through this energy. Do you think that will it strengthen our democracy, our nation, kind of? Yeah, I think that those who are in the authority, those who are in the power, they should have the good advisors, I would rather say, because this things was. I think that's a really great initiative which was taken by the Gen Z of this country, and I really assume that the government has finally taken their accountability, what's very much required. We used to say that we used to live in a democracy, we are living in a democracy. Now we can finally say that we are living in a democracy. So that's a huge win for the students, and then it's a huge win for the upcoming generation as well. But I think that the government was really scared this time for the students. JP Nadda എത്തിക്കഴിഞ്ഞു. ജിതേന്ദ്ര സിംഗ് ഉണ്ട്. CJP വക്താക്കളുമായി ചർച്ച നടത്താൻ പിരിമുറുക്കമാണ്. ആ മുഖങ്ങളിൽ കാണാം, ആ മന്ത്രിമാരുടെ മുഖങ്ങളിൽ നമുക്ക് കാണാം ആ പിരിമുറുക്കം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ഇത് ഒരു രാജി മാത്രം എന്നതാണ് പാറ്റകൾ പറഞ്ഞത്. ഏതായാലും സമരം തുടങ്ങി 35 ദിവസം പിന്നിട്ടപ്പോൾ രാജിവെക്കുകയാണ് JP നദ്ദയും ജിതേന്ദ്ര സിംഗും. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി പാറ്റകളെ അനുനയിപ്പിക്കാൻ, സമരം ചെയ്യുന്നവരെ അനുനയിപ്പിക്കാൻ, പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ നിരന്തരം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. രാജിയല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന് CJP നേതാക്കൾ നിലപാടെടുത്തു. ഒപ്പം ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അത് തന്നെയാണ്. വകുപ്പ് മാറ്റം കൊണ്ട് കാര്യമില്ല, രാജി തന്നെ വേണം. ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. കേന്ദ്രമന്ത്രിമാരുടെ മുഖത്ത് നമുക്ക് അതിന്റെ അലയൊലികൾ കാണാം. അത്ര പിരിമുറുക്കമുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിന്, അത്രമേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഇത്ര വൈകാരികമായ ഒരു വിഷയത്തെ പെല്ലറ്റുകൾ കൊണ്ട് നേരിട്ട നടപടി അത് വലിയ നാണക്കേടായി മാറി രാജ്യത്തിന്. ലോകമെമ്പാടും ചർച്ചയായ വിഷയമാണ്. ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുകയാണ്. വെറും 3 മാസം പ്രായമുള്ള ഒരു പാർട്ടിക്ക് മുന്നിൽ, അല്ലേ? അതിൽ പാലോട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നു മന്ത്രിമാർ. അവരുടെ ശരീരഭാഷയിൽ തന്നെയുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഉറപ്പായും അത് തന്നെയുണ്ട്. JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ് ആദ്യം മുതൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. ആദ്യ ചർച്ച JP നദ്ദ ഒറ്റയ്ക്കാണ് നടത്തിയത്. രണ്ടാമത്തെ ചർച്ച ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്ക് VP ഹൗസ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിലാണ് നമ്മളുള്ളത്. ഇതുവഴി VP ഹൗസിന്റെ ഒരു ഭാഗത്തേക്ക് പോകാൻ കഴിയും. VP ഹൗസിലെ 504 നമ്പർ മുറിയിലാണ് ചർച്ച നടന്നിരുന്നത്. ഒരു വാഹനത്തിലാണ് ജിതേന്ദ്ര സിംഗും JP നദ്ദയും ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഏതായാലും CJP നേതാക്കൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. CJP വക്താവ് സൗരവ് ദാസും അശുതോഷ് റാങ്കയും നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നതാണ്. നമുക്കിവിടെ സുരക്ഷാ വലയം കാണാം. ഈ സുരക്ഷാ വലയത്തിനിടയിലൂടെയാണ് JP നദ്ദയും ജിതേന്ദ്ര സിംഗും അകത്തേക്ക് പോയത്. ഇനിയുള്ള 2 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട ആവശ്യം BJP സർക്കാർ, കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയായിരുന്നു ആവശ്യങ്ങളിൽ പ്രധാനം. അത് അംഗീകരിച്ചു. ഇനി 2 ആവശ്യങ്ങൾ മുന്നിൽ വെച്ചിരിക്കുന്നത് 1 കോടി രൂപ നഷ്ടപരിഹാരം എന്നുള്ളതാണ്. ഉചിതമായ നഷ്ടപരിഹാരം എന്ന വാഗ്ദാനം മാത്രം, ഉറപ്പ് മാത്രം പോരാ, 1 കോടി രൂപ എന്ന് തന്നെ പറയണം എന്ന് CJP നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു നിർദ്ദേശം, പോലീസ് കേസുകൾ പിൻവലിക്കുന്നതിനൊപ്പം ക്രൂരമായി മർദ്ദിച്ച സമരക്കാരെ, അതിക്രമങ്ങൾ നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇപ്പോഴുള്ള ചർച്ചയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം 3ാം വട്ട ചർച്ചയിലേക്ക് കടന്നിരിക്കുന്നു കേന്ദ്ര സർക്കാരും CJPയും. ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ. വിനീത.
നീറ്റിലൊരു പാറ്റ വീണു, കാറ്റുപോയ കേന്ദ്രം തോറ്റുപോയി എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചൊരു പോസ്റ്റ്. അങ്ങനെ മുട്ടുമടക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. CJP സമരത്തിന്റെ ചരിത്ര വിജയം. പി സന്തോഷ് കുമാർ MP നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ് തത്സമയം. അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അതിലേക്ക് പോകണം. PR സുനിൽ കൂടി ചേരുകയാണ്. സുനിൽ, ഇതാ ചരിത്രം കുറിച്ചിരിക്കുന്നു. പാറ്റകൾ, രാജ്യത്തൊരു പാറ്റ വിപ്ലവം നടന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൽ, മോദി സർക്കാരിൽ ആദ്യ വിക്കറ്റും വീണു. വിനീത, ഞാനിപ്പോൾ നിൽക്കുന്നത് ജന്തർ മന്ദറിലാണ്. ജന്തർ മന്ദറിൽ ഇപ്പോൾ സമരവേദിയിൽ നിന്ന് വിദ്യാർത്ഥികളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് കാണാം. ഇപ്പോൾ കൃഷ്ണപ്രസാദ് ആണ് കർഷക സംഘത്തിന്റെ നേതാവ്. കൃഷ്ണപ്രസാദ്, വലിയ വിജയം ഈ കുട്ടികൾ നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ആദ്യം. അപ്പോൾ വലിയ വിജയമല്ലേ കുട്ടികൾ നേടി? ഇത് ജനാധിപത്യത്തിന്റെ വിജയം. രാജ്യത്ത് മോഡി സർക്കാർ ഇതുവരെ ആശ്രയിച്ചിരുന്നത് സ്റ്റേറ്റ് പവറിനെയാണ്. ഡൽഹി പോലീസ്, കോടതികൾ, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങി ഇവയെല്ലാം തങ്ങളുടെ പരിധിയിലാക്കി മാറ്റുക, പാർലമെന്റിലെ പോലും പ്രതിപക്ഷത്തിനെ വിഭജിച്ച് വളരെ നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ്. ആരും ഇതിനൊന്നും എതിർക്കുന്നില്ല. പ്രതിപക്ഷം പോലും അതിനെ ഫലപ്രദമായി ചെറുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ സമരം, അതുപോലെ നേരത്തെ കർഷകർ നടത്തിയ സമരം. ജനാധിപത്യം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് തെളിയിച്ചു കൊടുക്കുകയാണ്. ജനാധിപത്യം പ്രവർത്തിക്കുന്നത് സാധാരണക്കാരായ മനുഷ്യരിലൂടെയാണ്. ഈ രാജ്യത്ത് ജനാധിപത്യം ഇല്ല, അമിതാധികാരം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കൈ ഉയർത്തേണ്ടത് നമുക്കെതിരെ തന്നെയാണ്. തെരുവിൽ നിന്ന് ജനാധിപത്യം, തെരുവിൽ നിന്നാണ് ഈ ജനാധിപത്യം. അങ്ങനെ വിനീത, തീർച്ചയായും ഇതൊരു വലിയ വിജയമാണ്. ഈ ജന്തർ മന്ദറിൽ നിന്നൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യുവാക്കളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് കാണാം. അവർക്ക് ഇന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ആഘോഷിക്കാനുള്ള ദിവസമാണ് അവരെ സംബന്ധിച്ച് ഈ നിമിഷം.